good morning. Thank you for watching our channel and welcome to a bread pudding recipe. So ഇത് ബേസിക്കലി എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കാണുമ്പം ഈസിയാണ്, അപ്പോൾ ചെയ്ത് നോക്കാം എന്ന്. സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്ന് അറിയില്ല, ബട്ട് ഫസ്റ്റ് ടൈം ട്രൈ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് തന്നെ നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന്. സോ സക്സസ് ആയാൽ ഞാൻ വീഡിയോ ഇടും, സക്സസ് ആയില്ലെങ്കിൽ ഈ വീഡിയോ ഇടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ സോ ബേസിക്കലി ഈസി ആയിട്ട് തോന്നി. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ, ഷുഗർ, എഗ്, മിൽക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ്. ആൻഡ് ബ്രെഡ്, ഓഫ് കോഴ്സ് ബ്രെഡ് പുഡിംഗ് ആയതുകൊണ്ട് ബ്രെഡ് ഓഫ് കോഴ്സ് വേണം, അത് വെച്ചിട്ടാണ്. സോ യൂഷ്വലി വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട്, ലെറ്റ് മീ ഓൾസോ ട്രൈ. അപ്പോൾ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ. ഞാനിവിടെ ആവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ്, പാവ് ബ്രെഡാണ്, പാവ് ബജിക്ക് നമ്മൾ ഉപയോഗിക്കില്ലേ, ആ ബ്രെഡാട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ ഷുഗർ, മിൽക്ക്, എഗ്ഗ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഞാനിത് ഫിറ്റ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇത് ഫിറ്റ് ചെയ്യാൻ തന്നെ എനിക്കൊരു കുറേ നേരം വേണം. സോറി. ഓക്കെ. നമുക്കാദ്യം കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ആദ്യത്തെ ട്രൈ അല്ലേ, അപ്പം നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് കൊളാക്കണ്ട. അപ്പം അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. സോ നമുക്കൊരു പാർട്ട് ഓഫ് പാവും ബ്രെഡ് മാത്രം എടുക്കാം. ഓക്കെ, അതായി. അത് കഴിഞ്ഞിട്ട് മുട്ട. ആ വീഡിയോയിൽ 2 മുട്ടയെ കാണിക്കുന്നുള്ളൂ, നമുക്ക് 3 മുട്ട എടുക്കാം, ബിക്കോസ് കുഞ്ഞതാണ്, ചെറുത്. അപ്പോൾ ഓക്കെ. ഓക്കെ, ആൻഡ് ഓക്കെ, അതവിടെയായി. ആൻഡ് അതിനുശേഷം നമുക്ക് പാലൊഴിക്കാം. എത്ര ക്വാണ്ടിറ്റി ആണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഞാനിപ്പം ഒരു കുഞ്ഞ് ഗുഡ് ലൈഫിൻ്റെ ഇതെടുത്തത്, അപ്പം അതൊഴിച്ചു. ഇനിയിപ്പം അരച്ച് കഴിഞ്ഞിട്ട് മതിയായില്ലെങ്കിൽ നമുക്കിത് ഈ പാക്കറ്റും കൂടി ഒന്ന് പൊട്ടിക്കാം, പക്ഷെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം ഷുഗർ. അതും എത്ര എന്നില്ല, മധുരം അനുസരിച്ച്, നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നവീന് നല്ല മധുരം ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ മധുരം അധികമായാൽ പ്രശ്നമില്ല ഇവിടെ ആർക്കും. അപ്പം അതങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ല തോന്നുന്നു. നോക്കാം, നമുക്ക് ഇത് മതി ആക്ച്വലി. ഓക്കെ, അധികം ലൂസാക്കണ്ട. അപ്പോൾ ഇതൊക്കെ. ഇനി നമുക്ക് പഞ്ചസാര പാവാക്കണം. സോ അതിന് ഓൾറെഡി ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതെവിടെ വെക്കുക, വിടരുത് പ്ലീസ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം ആക്ച്വലി, അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആവോ എന്ന് നോക്കാം നമുക്ക്. ഡാർക്ക് ബ്രൗൺ ആണ് നമുക്ക് വേണ്ടത്, പക്ഷേ അതാകുന്നില്ല എന്ത് ചെയ്തിട്ടും.
ഇത് ഞാൻ ആക്ച്വലി അരമണിക്കൂറായി ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ബ്രൗൺ കളർ ആവുന്നില്ല. ഈ വീഡിയോ എന്നിട്ട് ഞാൻ യൂട്യൂബിൽ വരെ പോയി നോക്കി എങ്ങനെയാണ് ഷുഗർ നമുക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ടത് എന്ന്. അത് വെരി സിമ്പിൾ. ഷുഗർ ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ലോണം ഇളക്കുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ബ്രൗൺ കളറായി. ഞാനിവിടെ അരമണിക്കൂറായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ടും എനിക്ക് ബ്രൗൺ കളർ കിട്ടുന്നില്ല. എൻ്റെ ഷുഗർ അങ്ങനെ വൈറ്റ് കളറായിട്ട് തന്നെ നിന്നുകൊണ്ടിരിക്കുക. ലൈറ്റ് ബ്രൗൺ, ഇതിനെക്കാട്ടും വെരി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോരല്ലോ, നമുക്ക് ഡാർക്ക് ബ്രൗൺ വേണ്ടേ. അരമണിക്കൂർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പൊടിക്കൈ ഉപയോഗിച്ചു. എൻ്റെ അടുത്ത് കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കളറ് വന്നപ്പോഴാണ് ഈ കളർ അറ്റ്ലീസ്റ്റ് എനിക്ക് കിട്ടിയത്. 3 സ്റ്റെപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വളരെ എളുപ്പമായിരിക്കും എന്ന്. അതിൽ ഒരു സ്റ്റെപ്പ് അരമണിക്കൂർ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ആഹാ, ഇതൊക്കെ പതയായിട്ട് പോകുന്നു. നമുക്കൊന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഇട്ട് ഇനിയും ബ്രൗൺ ആയില്ലെങ്കിൽ നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. ഞാനൊരു പൊടി ശർക്കര ഇട്ടുകൊണ്ടാട്ടോ ഈ കളർ. ഇല്ലെങ്കിൽ ഇതിനേക്കാട്ടും ലൈറ്റായിട്ടാണ്. ബ്രൗൺ പോയിട്ടില്ല, വൈറ്റ് തന്നെ, വൈറ്റ് ക്രീം കളർ, ആ കളറായിരുന്നു. അപ്പോൾ ഇത് ഇനി ഡാർക്ക് ആവില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്തിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അമ്മേ, അവസാനം ഈ കളർ വരെ കിട്ടി. കുറച്ച് നേരം കൂടി ഇളക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടി ബ്രൗൺ ആവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മിക്സിങ് പരിപാടി തുടങ്ങാം. ഇത് വലിയൊരു പ്രോസസ്സാണ്. ഇത് ചിലപ്പം ഞാൻ ആഡ് ചെയ്ത ഷുഗർ ആൻഡ് വാട്ടറിൻ്റെ ഇൻകൺസിസ്റ്റൻസി കൊണ്ടായിരിക്കണം ഇത് ബ്രൗൺ ആവാത്ത. അറിയില്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന്. എനിവേ, എനിക്ക് എന്തായാലും കുറേ നേരം ഇളക്കിയിട്ടും ബ്രൗൺ ആവാത്തതുകൊണ്ട് ഞാൻ പൊടി ശർക്കര ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഇളക്കി. പിന്നെ ഇപ്പോഴാണ് ഒന്നും കൂടി അത് ബ്രൗൺ ആയി വരുന്നത്. നമുക്ക് ബ്രൗൺ ആയാൽ പോരെ, അതെങ്ങനെ ആയാലെന്താ. ഓക്കെ, ഞാൻ ഈ കളറ് കിട്ടി കേട്ടോ. ഇനി ഞാൻ 2 മിനിറ്റ് കൂളാവാനൊന്ന് വെച്ചു. ഇനി കൂളായി നിന്നത് കട്ടയായി വരുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഈ കളർ മതി. നല്ലോണം ഒഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പം അത് സെറ്റ്. അതിൻ്റെ മേലെ തന്നെ ഇത് ഒഴിക്കാനാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇനിയുണ്ട്, ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം കേട്ടോ. അതിന് ഇതിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനൊരു പാത്രം വെച്ച് അതിൻ്റെ മേലെ കേട്ടോ ഇത് വെക്കാൻ പോകുന്നത്. പക്ഷെ ഇത് പൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കാം. സോ നമുക്കിത് ഫസ്റ്റ് ഓണാക്കാം. ഓക്കെ, ഇതിൻ്റെ സൈസുള്ള മൂടി എൻ്റെ അടുത്തുണ്ടോ നോക്കണം. അത് നോക്കിയിട്ട് നമുക്കത് വെക്കാം. ഓക്കെ, ഞാൻ ശരിക്കും മറന്നു പോന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെ ഭയങ്കര ലൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഐ തിങ്ക് സോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന്. പിന്നെ കൂടെ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള വീട്ടിൽ ഇൻറ്റീരിയേഴ്സ് നടക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു മൂടി കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് ചൂടാൻ വെച്ചു. അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ബാക്കി ഭാഗങ്ങൾ ക്ലീൻ ആക്കാം. ഓക്കെ,
ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓഫാക്കി കുറച്ച് നേരം നമുക്കൊന്ന് തണിയാൻ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഓഡിയൻസിന് ഇത് കൊടുക്കാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിയൻസ് വേറെ ആരുമല്ല, എൻ്റെ ഭർത്താവ് നവീൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം എടുക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ. ഏട്ടോ, ദേവു, കം ഹിയർ. അവിടെ നിൽക്ക്, ഞാനൊരു കാര്യം തരട്ടെ. അവിടെ ഒരു കാര്യം ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ അമ്മ. ഫസ്റ്റ് വാവക്ക്. Spoon da? Did you wash your hands after school? Tasty! അത് എടുത്തോണ്ട് പോന്ന എനിക്കൊരു പീസ് വാവ കൊടുത്ത വലിയ പീസല്ലേ അത്? അമ്പോ. ടേസ്റ്റ് ഉണ്ടോ ദേവു? സൂപ്പർ എന്ന് പറ. ഒരു പീസ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഒരു അപ്പൊ ഗൈസ് അത് സക്സസ്ഫുൾ ആയിരുന്നു. ടേസ്റ്റ് ഇല്ലേ? ഓക്കെ. ഹലോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മേന്റെ പുഡിംഗ്? ഓക്കെ, അത് പ്ലേറ്റ് കാണുമ്പോ തോന്നുന്നുണ്ട്. ഓ ശരി, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് like, share and subscribe. Bye bye.